നമസ്കാരം, ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ചൈന നാടകത്തിന് ശേഷം മാർക്കറ്റ് അതിഗംഭീരമായി തിരിച്ചു കയറിയെങ്കിൽ കൂടിയും ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെയും ഇന്നുമായിട്ട് വോളറ്റൈലും ആയിരുന്നു, കൂടാതെ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. എങ്കിലും 25,100 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് 81 പോയിന്റ് നിഫ്റ്റിയിൽ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാന സമയത്ത് ഒരു 250 പോയിന്റിന്റെ ഒരു റിക്കവറി നടത്തി. എന്നാൽ നിഫ്റ്റിയിൽ അതൊന്നും ഉണ്ടായില്ല. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കാണാം. ബാങ്ക് നിഫ്റ്റി ലോ ക്രിയേറ്റ് ചെയ്ത് 56,250 നിന്ന് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചു കയറി ഏകദേശം ഒരു 280 പോയിന്റ് ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റി 56,450 ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉള്ളത്. നിഫ്റ്റി ആവട്ടെ 80 പോയിന്റിന്റെ ഒരു ഇടിവ്. അപ്പൊ ഇന്നും ഇന്നലെയായിട്ട് ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 10% ഒരു സ്പൈക്ക് നടന്നു. ഇന്ന് മാർക്കറ്റിൽ ടാറ്റ സ്റ്റോക്കിന്റെ ഡീമർജന്റ് എക്സ് ഡേറ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 40% നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറവ് കണ്ടേക്കാം. എന്നാൽ ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ ഒരു സെപ്പറേറ്റ് കമ്പനിയായിട്ട്, പാസഞ്ചർ വെഹിക്കിൾ ടാറ്റ മോട്ടോഴ്സിൽ തുടരും. എന്നാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെപ്പറേറ്റ് കമ്പനിയായിട്ട് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടായ ഒരു ഇടിവെല്ലാം തന്നെ അത് ഓക്കെ ആവും. ഏകദേശം ഒരു 1:1% ഒരു സ്പ്ലിറ്റ് പോലെ അത് ആക്ട് ചെയ്യും. ഇനി നമുക്ക് ഇന്ന് BSE സ്റ്റോക്ക് ഫർദറായിട്ട് ഒരു 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. സെബി ഈ വീക്ക്ലി ഓപ്ഷൻ അത് ഗ്രാജുവലി കുറച്ചേക്കാമെന്ന് NDTVയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി പല സമയത്തും പല ന്യൂസുകൾ വന്നതുകൊണ്ട് BSE സ്റ്റോക്ക് ഒന്ന് സ്റ്റേബിൾ അല്ല. എന്നാലോ MSE സ്റ്റോക്കിൽ നിന്ന് ഏകദേശം ഒരു 5% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഇപ്പോൾ ഏകദേശം 9,000 രൂപക്ക് മുകളിലൊക്കെ ട്രേഡിങ് തുടരുകയാണ്. വോഡോഫോണിൽ അതിൻ്റെ AGR ഡ്യൂ കേസ് മാറ്റിവെച്ചത് കൊണ്ട് ഇന്നും 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെയും 4% ഒരു ഇടിവുണ്ടായി. 2 ദിവസം കൊണ്ട് ഏകദേശം 8% വോഡാഫോൺ ഇടിവ് രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ഇന്ന് പ്രധാനമായിട്ടും ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് മാക്സ് ഹെൽത്ത് കെയർ, വിപ്രോ, ടെക്കം, അപ്പോളോ ഹോസ്പിറ്റൽ, HCL ടെക്കാണ്. ടാറ്റ മോട്ടോഴ്സ് കൂടേണ്ട കാര്യമില്ല. ഡോക്ടർ റെഡ്ഡി, ബജാജ് ഫിനാൻസ്, TCS, NTPC തുടങ്ങിയ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഇതിൽ ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് ആവട്ടെ ഏകദേശം 233 പോയിന്റ് ഒരു ഇടിവുണ്ട്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴ്ന്ന് കാണാൻ ഏകദേശം 3% സ്പൈക്ക് ഉണ്ടായി. ജപ്പാൻ മാർക്കറ്റിൽ ഏകദേശം 1,200 പോയിന്റ് ഒരു ഇടിവുണ്ടായി. അത് കാര്യമാക്കേണ്ട കാരണം അവിടെ റൂളിംഗ് പാർട്ടി വന്ന സമയത്ത് ജപ്പാൻ മാർക്കറ്റ് 4,000 പോയിന്റിന്റെ റാലിയൊക്കെ ഉണ്ടായിരുന്നു. കുറേയും ചൈനയിലെ തന്നെ ഇടിവിലാണ്. ഓസ്ട്രേലിയ 16 പോയിന്റ് പ്ലസ്. ഗോൾഡ് ഇന്നും $25 ഉയർന്നു. ഏറ്റവും കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $4,000. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ഡോ ഫ്യൂച്ചർ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്, നമ്മളുടെ ബിറ്റ്കോയിനും നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം PCR 0.7 ആണ്. നമ്മുടെ അഡ്ദമണിയുടെ പരിസരത്ത് തന്നെ ആളുകൾ കൂടുതൽ കോൾ റൈറ്റിംഗ് കൂടിയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബീറിഷായ രീതിയിൽ ആണ് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ ചിന്താഗതി. കാണാം PCR 0.7. അപ്പോൾ PCR പല സമയത്തും പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ PCR നമ്മൾ റീഡ് ചെയ്യേണ്ടത് ഒരു ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ്. ഓപ്ഷൻ റൈറ്റേഴ്സ് കോള് ഷോർട്ട് ചെയ്യുന്നത് ബീറിഷായ ഒരവസ്ഥയിലും പുട്ട് ഷോർട്ട് ചെയ്യുന്നത് ബുള്ളിഷായിട്ടുള്ളൊരവസ്ഥയിലും ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഈ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അതിപ്പോൾ കമ്മോഡിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്ഷൻ ആയിക്കോട്ടെ, ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഭീകരമായ ഫീസിൽ പഠിക്കേണ്ട കാര്യമില്ല. അത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഓഫ്ലൈനായിട്ട് പ്രാക്ടിക്കലായിട്ട് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം താല്പര്യമുള്ള ആളുകൾക്ക്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. കൊച്ചിൻ ഷിപ്പ്യാർഡ് 2,000 കോടി രൂപയുടെ ഒരു ഓർഡർ യൂറോപ്യൻ ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ICC പൊട്ടൻഷ്യൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. IRDA കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 5% ഒരു ഫോള് രേഖപ്പെടുത്തി. ഇൻഫോസിസ് കമ്പനി വർക്ക്ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 14,000 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. നവഗർ കോർപ്പ് കമ്പനി 2 ലക്ഷം രൂപ ലോസിൽ നിന്ന് കമ്പനി 4 കോടി രൂപ പ്രോഫിറ്റിലായിട്ടുണ്ട്. ലീല പാലസ് കമ്പനി 51 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 74 കോടി രൂപ പ്രോഫിറ്റായിട്ടുണ്ട്. ആദിത്യ ബിർള മണി കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു.
IOC കമ്പനി S&P എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി IOCനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. BL കാഷപ്പ് ആൻഡ് സൺസ് കമ്പനി 295 കോടി രൂപയുടെ ഒരു എംബസി കൺസ്ട്രക്ഷൻ്റെ ഓർഡർ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കർണക്സ് മൈക്രോസിസ്റ്റം കമ്പനി ഇവർക്ക് ഇവരുടെ കവച് സിസ്റ്റം RDSO അപ്രൂവൽ കൊടുത്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. കർണക്സിന് ഏകദേശം 10% റാലി രേഖപ്പെടുത്തി. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇവർ ഗൂഗിളായിട്ട് കൊളാബ് ചെയ്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻറ്റർ നിർമ്മിക്കാനായിട്ടുള്ളൊരു കരാറ് സൈൻ ചെയ്തു. ഡേറ്റാമാറ്റിക്സ് കമ്പനി ഫാർമസി കമ്പനിയായിട്ടുള്ള വെല്ലായിട്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ഇനി സുറാന സോളാർ കമ്പനി അവർ സോളാർ മൊഡ്യൂൾസ് എല്ലാം തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള BIS സർട്ടിഫിക്കറ്റ് ലഭിച്ചു. ലോറസ് ലാബ് 65% ഇവരുടെ റവന്യൂ കൂടിയെന്ന് കമ്പനി പറഞ്ഞു. LIC പുതിയ 2 പ്രൊഡക്റ്റ് കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് കമ്പനി ഇവർ 2000 കോടി രൂപയുടെ ഒരു ഓർഡറല്ല 2000 കോടി രൂപയുടെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ബോംബെയിലെ മീറ റോഡിൽ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് ന്യൂസ്. ഇനി ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് ആയിട്ട് പോകുന്നത് Q2 റിസൾട്ടാണ്. Q2 റിസൾട്ട് നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ മാർക്കറ്റ് സമയത്ത് നമ്മൾ പരമാവധി നമ്മുടെ ടെലഗ്രാമിൽ ന്യൂസുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഉണ്ട്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കുറച്ച് ചെറിയ ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് പുതിയ അറിവുകൾ നേടുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും ചെക്ക് ചെയ്യുക. പരമാവധി ന്യൂസുകൾ കളക്ട് ചെയ്യുക, പരമാവധി നോളജ് ഗെയിൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ പല ആളുകൾക്കും ഏർലി റിട്ടയർമെൻ്റാണ് എല്ലാ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. അതായത് കാലാകാലം വരെ പണ്ടത്തെ പോലെ 60-ആം വയസ്സിൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ 70-ആം വയസ്സിൽ റിട്ടയർമെൻറ്റ് എന്നുള്ള ഒരു ആശയമല്ല ഉള്ളത്. ഏർലി റിട്ടയർമെൻറ്റാണ് ഉള്ളത്. എന്നാൽ ഏർലി റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് റിട്ടയർ ചെയ്യാനായിട്ട് ആളുകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടിയും ഏർലി റിട്ടയർമെൻറ്റിന് വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏർലി റിട്ടയർമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റിട്ടയർമെൻറ്റ് കൺസെപ്റ്റ്. എനിവേ ഈവൻ നമുക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ കൂടിയും നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് ഫിനാൻഷ്യലി നോളജുകൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമുള്ളത്. നമ്മൾ ഗെയിൻ ചെയ്ത നോളജുകൾ നമ്മൾ കൃത്യമായിട്ട് ആപ്ലിക്കബിൾ ആക്കിയാണ് നമ്മൾ മറ്റുള്ള നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും അല്ലെങ്കിൽ ഏർലി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കും എത്തുന്നത്. അതല്ലെങ്കിൽ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കൺസെപ്റ്റായി പോകും. അപ്പോൾ പരമാവധി നോളജ് ഗെയിൻ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.